സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പൊക്കോ. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. നിങ്ങൾ എന്താ വീടിന്റെ ആധാരം പണയം വെക്കാനാണോ വന്നേ? പറയുന്ന സ്ഥലത്തെല്ലാം ഒപ്പിട്. രാവിലെ ഓരോരുത്തർ വരും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ദേ ഇവിടെ. ദേ ഇവിടെ. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് വെറുതെ സമയം കളയുന്നത്. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ് ഡോക്ടർ. മഹിമേന്ത എവിടെ? ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാ. എന്തുപറ്റി? ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് പോയ സമയം നോക്കി എനിക്ക് വലിയൊരു പണി കിട്ടി. എന്തുപറ്റി? സ്വപ്ന അവിടെ വന്ന് ഞാനുമായി പ്രശ്നം ഉണ്ടാക്കി പടികളിൽ നിന്ന് വീഴുന്നത് പോലെ അഭിനയിച്ചു. എല്ലാവരും അത് വിശ്വസിച്ചു. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ആരെങ്കിലും ഇങ്ങനെയുള്ള പണികൾക്ക് നടക്കുവോ? അവള് പ്രഗ്നന്റ് ഒന്നും ആയിരുന്നില്ല ഡോക്ടർ. അതെ, ഡേസി ഡോക്ടർ അവളെ സഹായിക്കാനായി കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തതാ. നിനക്കപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യായിരുന്നില്ലേ? സ്വപ്നയുടെ നാടകവും പൊളിഞ്ഞേനെ, ഡേസിയുടെ ലൈസൻസ് പോയേനെ. അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അപ്പോ എനിക്ക് സ്വപ്നയെ എന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഗോപാലന്റെ വീട്ടിൽ ചില കളികൾ കളിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അത് മണ്ടത്തരായിപ്പോയെന്ന് അറിയാം. ഇപ്പോ വീഴ്ചയിൽ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്റെ കുടുംബത്തെ മുഴുവൻ അവൾ എനിക്കെതിരെ തിരിച്ചിരിക്കുക. ഇതിനെല്ലാം സഹായിക്കുന്നത് ആ ഡേസി ഡോക്ടറാ. അവരൊരു നല്ല ഡോക്ടറായിരുന്നു. എന്തിനാണ് അവ സ്വപ്നയെ അവള് സഹായിക്കുന്നത്? സ്വപ്ന അവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. ഉറപ്പാ. സ്വപ്ന പ്രഗ്നന്റ് ആയിരുന്നില്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടർ? അതിന് അവള് നിനക്കെതിരെ പോലീസ് കേസ് കൊടുത്തോ? ഇല്ല. അവൾക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അവളെ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തിക്കായിരുന്നു. ഇപ്പോ അതിനുള്ള ഒരു വഴിയില്ല. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഡേസിയുടെ കൂടെ ചേർന്ന് അവളത് നശിപ്പിച്ചു കാണും. ഞാനാകെ പെട്ടുപോയ അവസ്ഥയായി ഡോക്ടർ. ചേച്ചിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. വേറെ ആര് വേണമെങ്കിലും എന്നെ കുറ്റക്കാരിയായിട്ട് കണ്ടോട്ടെ. പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് ചേച്ചിയുടെ മുന്നില് ഞാൻ കുറ്റക്കാരിയാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. താൻ വിഷമിക്കില്ലേ? ഏതെങ്കിലും ഒരു ദിവസം സത്യം എല്ലാരും അറിയും. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറും. ഇനി ദൈവത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കല്ലേ വഴി. താൻ കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. വന്നേ, വാ. നീ സ്വപ്നയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവൾ അപകടകാരിയാ. ഗിരിയേട്ട, ഗിരിയേട്ടൻ എന്താ ഇവിടെ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ആരാ ഫ്രണ്ട്? ഞാൻ ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നത്. വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവരോട് പ്രീതിയെ കുറിച്ച് പറഞ്ഞ ഉറപ്പായിട്ടും മഞ്ജുവിനെ അറിയിക്കും. അത് പ്രശ്നമാവും. പറയ് ഗിരിയേട്ട, ആരാ ഫ്രണ്ട്? അതെന്തിനാ ഞാൻ നിന്നോട് പറയുന്നേ? നീ പോയി നിന്റെ ജോലി നോക്കുവച്ചേ. എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവളിങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ പ്രശ്നമാവുമല്ലോ. ഗിരിയേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ? എന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ നീ കൊന്നു. അതിനേക്കാളും വലിയ പ്രശ്നം വേണോ? ഗിരിയേട്ട, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ?
ഗിരേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് നീ പറയുന്നത് ഒന്നും കേൾക്കണ്ട. നീ കാരണം മുകുന്ദനുമായി പോലും ഞാൻ വഴക്കിലായി. ഞാൻ പറയുന്ന ഒന്നും അവൻ വിശ്വസിക്കുന്നില്ല. നീ പറയുന്നത് അവനിപ്പോ വേദവാക്യം. വക്കീൽ എന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം ഞാൻ ഒരിക്കലും തകരാതെ നോക്കിയിട്ടുണ്ട്. വക്കീൽ അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ നീ കൊന്നതും മുകുന്ദനോട് പറഞ്ഞിട്ടാണോ? അവൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഹിമ ആരെയും കൊന്നിട്ടില്ലേ ഗിരി? താനാദ്യം സമാധാനമായിട്ട് ഇവൾക്ക് പറയാനുള്ളത് കേൾക്ക്. എനിക്കൊരു ന്യായീകരണവും കേൾക്കണ്ട. എന്റെ അനിയത്തിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയാ മഹിമ അവളുടെ കുഞ്ഞിനെ കൊന്നത്. എന്നിട്ട് മുകുന്ദൻ അടക്കമുള്ള എല്ലാവരും സ്വപ്ന പ്രഗ്നന്റ് അല്ലാന്ന് വിശ്വസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം അത് തന്നെയാ. സഞ്ജുവുമായിട്ടുള്ള കല്യാണം നടക്കാൻ വേണ്ടി സ്വപ്നം ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രമാ ഈ പ്രഗ്നൻസി. സ്വപ്ന നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാൻ വേണ്ടി കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആണെന്ന് സ്വയം പറഞ്ഞു നടന്നു അല്ലേ? അത് നല്ല പ്ലാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ മുന്നിൽ ഏതെങ്കിലും പെണ്ണ് സ്വയം നാണം കെടാൻ തീരുമാനിക്കോ? ഏതെങ്കിലും പെണ്ണ് ചെയ്യില്ല. പക്ഷെ സ്വപ്നം ഉറപ്പായിട്ടും ചെയ്യും. ഓഹോ, സ്വപ്ന അത്രയും നാണം കെട്ടവളാണെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, അവള് ലക്ഷ്യം കാണാൻ എന്തും ചെയ്യുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എടി, ഛേ, എന്താ ഇത്? വെറുതെ ബഹളം വെക്കരുത്. ഇതൊരു ആശുപത്രിയാണ്. ഇവൾക്ക് പറയാനുള്ളത് ശാന്തമായി കേൾക്കാൻ ഗിരിക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. എനിക്ക് ഇവളുടെ മുഖം കാണുന്നത് പോലും വെറുപ്പാ. ഡോക്ടർ ഇവളെ വിളിച്ചോണ്ട് പോയിക്കോ. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൈവിട്ട കാര്യങ്ങൾ ചെയ്തു പോകും. മഹിമ വരും. സത്യം കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് അത് വിളിച്ചു പറയാൻ ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യമില്ല. വരാനല്ലേ പറഞ്ഞത്?